തീരുമാനം ഞങ്ങൾക്ക് എന്തിനായി പേര് കൊടുത്തെന്നുള്ളത് എനിക്ക് അറിയണ്ടേ ഞാനൊരു അമ്മയല്ലേ. ഇവനെ ലോൺ എടുത്ത് ഞങ്ങൾ ഈ ഓപ്പറേഷൻ ചെയ്ത് ഇത്രയും ഇതാക്കി വെച്ചിരിക്കുമല്ലോ. ഞങ്ങൾ വാടക വീട്ടില താമസിക്കുന്നത്. ഇപ്പൊ ഞങ്ങളുടെ അവസ്ഥ ഇപ്പൊ വഴിയിൽ നിൽക്കുന്ന പോലെ. വാടകക്കാർ വന്നു ഈ ഒരു അവസ്ഥ കേട്ടിട്ട് വാടകക്കാർ മാറിക്കൊടുക്കാൻ പറഞ്ഞാൽ ഞങ്ങൾ എങ്ങോട്ട് പോകും? എന്റെ മോനിൽ അവിടെ ഒരു ചെറിയ ഐസ്ക്രീം കമ്പനി ജോലിക്ക് പോയി അവനാ ഇവിടെ വാടക കൊടുത്തോണ്ടിരുന്നത്. അമ്മയ്ക്ക് എന്താണ് ഇതിനോട്ട് പറയാനുള്ളത്? ഇപ്പൊ മകനൊരു അസുഖബാധിതനും കൂടിയാണ്, ഒരു വലിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്ന ഒരാളും കൂടെയാണ്. എന്താണ് പറയാനുള്ളത്? എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ എല്ലാം അറിഞ്ഞല്ലോ, എല്ലാം മോൻ പറഞ്ഞല്ലോ. പീഡനമേറ്റത് അവനകത്ത് കിടന്ന് മാനസികവും ശാരീരികമായ പീഡനമേറ്റ് ഞങ്ങൾ വെളിയിലിരുന്ന് 3 മണി വരെ ഞങ്ങൾ മാനസികമായ പീഡനം ഞങ്ങൾ അനുഭവിച്ചുകൊണ്ട് അവിടെ ഇരിക്കുക. ഈ കുഞ്ഞിനെ അറിയത്തില്ല, ഈ പറയപ്പെടുന്ന കുട്ടിയെ ഞങ്ങൾ അറിയത്തില്ല, ഞങ്ങൾ കണ്ടിട്ടില്ല. ചെറുപ്രായത്തിലങ്ങാണ്ട് ഞങ്ങൾ പാടത്ത് താമസിക്കുന്ന സമയത്ത് 3 വയസ്സ് ഉള്ള സമയത്ത് കണ്ടിട്ടുണ്ട്. ആ കുഞ്ഞ് അതിൻ്റെ ചേച്ചി ഇവൻ്റെ കൂടെ പഠിച്ച് എന്നുള്ളതല്ലാതെ ഒരു കോണ്ടാക്റ്റും ഇല്ല, ഒരു തെളിവില്ല, ഒരു ഫോൺ കോൾ ചെയ്യുന്നതായിട്ട് ഒരു തെളിവും ഇല്ല. ഈ 13 വയസ്സുള്ള ഈ കുഞ്ഞ്, ഈ 13 വയസ്സെന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ ബാല്യം വിട്ടുമാറാത്തതല്ലേ? ഈ 13 വയസ്സുള്ള കുഞ്ഞ് ഈ പ്രവൃത്തി ചെയ്ത് എൻ്റെ മോനെ ഇത്തരത്തിലാക്കിയ ഈ കൊച്ചിനെ എനിക്ക് കാണണം. ഈ കൊച്ചിനോട് എനിക്ക് ചോദിക്കണം. മകനെ പോലീസുകാർ ഉപദ്രവിച്ചു എന്ന് പറയുന്നത്. ഉപദ്രവിച്ചു, നന്നായിട്ട് ഉപദ്രവിച്ചു. ഞങ്ങൾ അറിഞ്ഞില്ല. അവിടുന്ന് വിട്ടയച്ചല്ലോ. എല്ലാം നോർമലാ, ഇവന് കുഴപ്പമൊന്നുമില്ല, സർക്കിൾ പറഞ്ഞു ഇവൻ നല്ലവനാ, ഇവന് കുഴപ്പമില്ല. അപ്പോഴും ഇവൻ പറയുന്നില്ല എന്നെ ഉപദ്രവിച്ചെന്ന്. അപ്പൊ ഇവനെ വെറുതെ വിട്ടല്ലോ എന്നുള്ള സന്തോഷത്തോടെ ഞങ്ങൾ ഇറങ്ങി വന്നപ്പോഴത്തേന് ഇവൻ നടക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞാൻ വിചാരിച്ച് തലേന്ന് പട്ടിണിക്ക് ഇരിക്കുക, ഇപ്പൊ മാനസിക സംഘർഷമായിരിക്കാം. അപ്പോഴത്തേന് ഇവന്റെ കൂട്ടുകാർ ബൈക്കൊക്കെ കയറ്റി ഇവിടെ കൊണ്ടുവന്നപ്പോൾ ഞങ്ങളും അതിന്റെ തൊട്ട് പുറകെ തന്നെ വന്ന് ഇവനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച്, മോനെ മക്കളെ എന്തുവാക്കളെ ഇതെന്ന് പറഞ്ഞു ഇങ്ങനെ കെട്ടിപ്പിടിക്കാൻ ചെന്നപ്പോ എന്നെ തൊടരുതേന്ന് പറഞ്ഞു. അമ്മ എന്നെ തൊടല്ല, എന്റെ ശരീരം മൊത്തം അടിച്ചു വെച്ചേക്കുവാന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്. രാത്രി ഉറങ്ങിയിട്ടില്ല, കാലെല്ലാം നീര്. അപ്പൊ ഞാൻ പറഞ്ഞു, എടാ ഞങ്ങൾ പറഞ്ഞല്ലോ വീട്ട സാറിനോട്. അപ്പൊ അവരതൊന്നും കേട്ടില്ല. എന്റെ പോലീസുകാരോട് ഇവിടുന്ന് കൊണ്ടുപോകുമ്പോഴേ പറഞ്ഞു, കാണിച്ചതുവാ സാറേ ഇത് ഇവനെ ഓപ്പറേഷൻ ചെയ്ത് ഇല്ല ഞങ്ങൾ ഉപദ്രവിക്കത്തില്ലെന്നും പറഞ്ഞാ കൊണ്ടുപോയത്. എന്നിട്ടാ ഈ പണി കാണിച്ചേ. അവര് ചോദ്യം ചെയ്തോട്ടെ, സംശയാസ്പദമായ രീതിയിൽ അവരൊരു കംപ്ലൈന്റ് ഇട്ട് ചോദ്യം ചെയ്തോട്ടെ. അതിനൊക്കെ ഒരു നിയമങ്ങളില്ലയോ? ഞങ്ങൾ എന്നിട്ട് ചോദിക്കുന്ന ഇവിടുന്ന് കൊണ്ടുപോകുമ്പോ എന്തിനാ കൊണ്ടുപോകുന്നതെന്ന് ഞങ്ങൾക്ക് അറിയണ്ടേ? എന്നിട്ട് അവര് പറഞ്ഞില്ല, അവരത് അറിയിച്ചതുമില്ല. അവിടെ ചെന്ന് മണിക്കൂറുകൾ കഴിഞ്ഞിട്ട് പോലും ഞങ്ങൾ അറിയുന്നത് അന്ന് രാത്രി 1 മണിയൊക്കെ ആയി. ഇവനെ മെഡിക്കലിൽ എടുക്കാൻ ഇത് പോയിട്ട് തിരിച്ചു വന്നപ്പോഴാ ഇവൻ ജീപ്പിൽ ഇറങ്ങിയപ്പോ മമ്മി ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ലെന്ന് പറയുമ്പോഴും ഞങ്ങൾ അറിയുന്നില്ല കേസ് എന്തുവാന്ന്. അപ്പോഴാരോ അവിടെ നിന്ന് പറയുന്നത് പോക്സോ കേസാണെന്ന്. അപ്പോഴും നമുക്കറിയാലോ ഈ പോക്സോ എന്തുവാന്ന് അറിയാലോ. അപ്പോഴേ ഞങ്ങൾ പകുതി മരിച്ചു. പക്ഷേ ഇവൻ എന്നിട്ട് പിന്നെ കാണിക്കുന്നില്ല. ഈ പോലീസുകാർ പറഞ്ഞെന്നും മീഡിയ വഴി ഞങ്ങൾ കേട്ട് മാതാപിതാക്കളുടെ സാന്നിധ്യത്തിൽ ഇവരെ ചോദ്യം ചെയ്തിരുന്നു. ഒരിക്കലും അല്ല, അത് പച്ചക്കള്ളവാ. എന്റെ കുഞ്ഞിനെ അന്ന് 8:15 കഴിഞ്ഞ് ഇവിടുന്ന് പിടിച്ചോണ്ട് പോയിട്ട് ഞങ്ങൾ മുഖാമുഖം കണ്ട് ഇങ്ങനെ സംസാരിക്കുന്നത് പിറ്റേന്ന് 4 മണി സമയത്താ. പോലീസ് ഉന്നയിക്കുന്ന വലിയൊരു പ്രശ്നമുണ്ട്. അതായത് പ്രശ്നം വെച്ചാൽ, അതായത് ഇയാൾക്കെതിരെ ഇതിനു മുൻപ് ഒരു കേസിൽ പ്രതിയാണെന്ന് ഇങ്ങനെ പോലീസ് പറയുന്നുണ്ട്. അതിനെ പറ്റി എന്തെങ്കിലും? ഇല്ല, ഒരിക്കലും ഇല്ല. അത് ഇവനല്ല, ഈ കുഞ്ഞല്ല. ഇവന്റെ കൂടെ വേറൊരു ചെറുക്കൻ മാങ്കോടുന്ന് അവർ കൊണ്ടുവന്നായിരുന്നു. ആ കുഞ്ഞിന്റെ കാര്യമാണ് പറഞ്ഞത്. ഒരു പെറ്റി കേസ് പോലും ഇല്ല. നിങ്ങൾ അന്വേഷിക്കാം, എവിടെ വേണേലും അന്വേഷിക്കാം. ഒരു ഫോണിനകത്ത് പോലും ഇവനെ പറ്റി ഒരു കംപ്ലൈന്റ് ഇല്ല. ഒരു പെമ്പിള്ളാരുടെ ഫോണില്ല, പെമ്പിള്ളാരുടെ നമ്പരില്ല, ഒന്നുമില്ല. അവൻ ജോലിക്ക് മര്യാദയ്ക്ക് പോകുന്നു, പകല് വന്ന് കിടന്ന് ഉറങ്ങുന്നു. കളിക്കാൻ പോകുന്നെങ്കിൽ ചേട്ടനും അന്യനും കൂടെ കളിക്കാൻ പോകുന്നത്. പിന്നെ അവന്റെ 2-3 കൂട്ടുകാരുണ്ട്. അത് പിന്നെ ഞങ്ങളുടെ ചർച്ചിൽ പോകുന്ന പിള്ളേർ തന്നെ. അങ്ങനെയുള്ള കൂട്ടല്ലാതെ ഇവന് ഔട്ട് സൈഡിൽ ഒരു കൂട്ടുകാരും ഇല്ല. ഔട്ട് സൈഡിൽ ആരുമായിട്ട് ഒരു ബന്ധങ്ങളും ഇല്ല. അതെല്ലാം പറയുന്ന പോലീസുകാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവർ രക്ഷപ്പെടാനുള്ള ഒരു വഴിയാണ്. പക്ഷെ ഞങ്ങളുടെ സാന്നിധ്യത്തിൽ ഇവരെ ചോദ്യം ചെയ്തിട്ടില്ല, ഞങ്ങൾ കണ്ടിട്ടുമില്ല. ഇനി എന്താണ് തീരുമാനം? ഞങ്ങൾക്ക് എന്തിനായി പേര് കൊടുത്തെന്നുള്ളത് എനിക്ക് അറിയണ്ടേ. ഞാനൊരു അമ്മയല്ലേ. ഇവനെ ലോൺ എടുത്ത് ഞങ്ങൾ ഈ ഓപ്പറേഷൻ ചെയ്ത് ഇത്രയും ഇതാക്കി വെച്ചിരിക്കുമല്ലോ. ഞങ്ങൾ വാടക വീട്ടില താമസിക്കുന്നത്. ഇപ്പൊ ഞങ്ങളുടെ അവസ്ഥ ഇപ്പൊ വഴിയിൽ നിൽക്കുന്ന പോലെ. വാടകക്കാർ വന്നു ഈ ഒരു അവസ്ഥ കേട്ടിട്ട് വാടകക്കാർ മാറിക്കൊടുക്കാൻ പറഞ്ഞാൽ ഞങ്ങൾ എങ്ങോട്ട് പോകും? എന്റെ മോനിൽ അവിടെ ഒരു ചെറിയ ഐസ്ക്രീം കമ്പനി ജോലിക്ക് പോയി അവനാ ഇവിടെ വാടക കൊടുത്തോണ്ടിരുന്നത്. അത് പാക്കിങ് ആവുമ്പം വലിയ പാടില്ലല്ലോ. അപ്പം ഈ ശരീരത്തിന് വലിയ കുഴപ്പമില്ലല്ലോ. ഇപ്പൊ അവനെ ആ സ്ഥാപനത്തിൽ കയറ്റുമോ? സത്യമാണോ നീതിയാണോ അതൊക്കെ രണ്ടാമത്തെ കാര്യം അവർ അന്വേഷിക്കത്തുള്ളൂ. ഇങ്ങനെ ഒരു ആരോപണ വിധേയനായി ഇവനെ ഇനി സ്ഥാപനത്തിൽ കയറ്റുമോ? എന്റെ കുഞ്ഞിന് ജോലി പോയി, 2 മാസം കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞ് ഇവൻ ഇങ്ങനെ
ഞങ്ങൾക്ക് ഇപ്പൊ ഈ ഒരു ഭവനത്തിൽ നിന്ന് ഇറങ്ങേണ്ട വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എന്താ ചെയ്യണ്ടേ? എന്തിനാ ഞങ്ങളോട് ഇത് ചെയ്തത്? മുൻവൈരാഗ്യമില്ല, മുൻ പരിചയമില്ല, യാതൊരു കാര്യവുമില്ല. അത് ഞങ്ങൾക്ക് അറിയണം. ഈ കൊച്ചിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് അത് അറിയണം. അത് ആര് ഈ കൊച്ചിനെ കൊണ്ട് ചെയ്യിപ്പിച്ച്? പോലീസുകാരിൽ നിന്ന് ഞങ്ങൾക്ക് ഇത് അറിഞ്ഞേ പറ്റൂ. ഞങ്ങൾക്ക് നീതി കിട്ടണം.